ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് ഇന്ന് പതിവ് പോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉപ്പുമാവായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ ഒരു അപ്പം ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോയി എന്ന് പറയുന്നില്ല. അപ്പം ഞാനിത് നമ്മളുടെ പച്ചരി, നമ്മളുടെ പ്രോപ്പർ പച്ചരി പോലത്തെ എന്താണ് കാർണിസോളും അങ്ങനെ എന്തോ പേരാണിത്. അത് ഞാനപ്പം ഇങ്ങനെ ഗൂഗിളിൽ അടിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പം അപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന അരി എന്താണെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ളിൽ പറഞ്ഞ ഒരു ഇതായിരുന്നു പച്ചരി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇവിടെ ഞാൻ കണ്ടില്ല. അപ്പം ഈ ഒരു സംഭവം ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് അരച്ചെടുക്കാം. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. നമ്മൾ ചായ കുടിക്കുന്ന ആ ഒരു കപ്പിൽ കുറച്ച് ഇട്ടിട്ടുള്ളൂ. നമുക്ക് എന്താ പറയുക, കുറച്ച് 2 പേരല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ അയില മേടിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് അയില ഒന്ന് പറ്റിക്കണം. അതുപോലെ തന്നെ കുറച്ച് വറക്കാൻ വേണ്ടി വെട്ടി വെക്കണം. പിന്നെ ബീറ്റ്റൂട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പം ബീറ്റ്റൂട്ടിൻ്റെ തോരനും കൂടെ വെക്കണം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. മറ്റത് എന്താണാവോ, എത്ര ചെയ്തിട്ട് ഇനി പറ്റണില്ല. ഇനിയിപ്പോൾ നമ്മൾ മറ്റേ ചപ്പാത്തീൻ്റെ പലക അത് മേടിച്ചിട്ട് അതുകൊണ്ട് പത്തിരി ഉണ്ടാക്കി നോക്കണം. അല്ലാതെ അതുകൊണ്ട് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി എന്തായാലും ശരിയാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനെ നടുഭാഗ്യം ഇങ്ങനെ ഒട്ടി പിടിക്കണം. നമ്മൾ ചുടുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് കണ്ണൊക്കെ വരണുണ്ട്. പക്ഷെ ഒട്ടി പിടിക്കുന്നത്. അപ്പം ഞാൻ എത്ര സമയം അടുപ്പത്ത് വെച്ചാലും അടുപ്പത്ത് ഞാൻ വെക്കുന്തോറും ആ അരികൊക്കെ ഇല്ലേ ഭയങ്കരമായിട്ട് നമുക്ക് മുരിഞ്ഞ് ഇതായി പോകും. പക്ഷെ നടുഭാഗം എത്ര ചെയ്താലും വേവണില്ല. ഒരു ഇതുപോലെ എന്താ പറയുക. അപ്പം എനിക്ക് തോന്നുന്നു, അപ്പം ഏട്ടൻ്റെ അടുത്ത് നമ്മൾ മറ്റേ ഇടിയപ്പവും അതുപോലെ തന്നെ നമ്മളുടെ പത്തിരി എന്ന് പറയുമ്പോൾ നമ്മൾ ചപ്പാത്തീൻ്റെ പോലെ കുഴച്ചിട്ട് നമ്മൾ ഇതാക്കണതല്ലേ. അപ്പം അത് ശരിക്കും വേവുമായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ വെച്ചിട്ടില്ല. അപ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു പത്തിരി, ഇടിയപ്പം, നെയ്യപ്പം, ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഉണ്ടാക്കാനായിട്ടുള്ള സാധനം നമ്മുടെ അടുത്തില്ല. പത്തിരി ഉണ്ടാക്കാൻ പറ്റാനായിട്ടുള്ള സാധനമില്ല. ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിക്കുന്ന സാധനമില്ല. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചട്ടിയില്ല. ഞാനതൊക്കെ ആമസോണിൽ നോക്കി വെച്ചിട്ടുണ്ട്. പയ്യപ്പയ്യും മേടിക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയൊന്നും ഏട്ടനോട് പറഞ്ഞാലും അത്ര താല്പര്യം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഉണ്ണിയപ്പം നമ്മൾ എപ്പോഴൊന്നും ഉണ്ടാക്കൂലല്ലോ. ഇനി എല്ലാം കൂടെ ഞാനിങ്ങനെ മേടിച്ച് നോക്കുമ്പോൾ ഏട്ടൻ പറയും, ഇനി എല്ലാം കൂടി ഇങ്ങനെ മേടിച്ച് വെച്ചിട്ട് ഇനിയിപ്പം നമ്മൾ വേറെ സ്ഥലത്തോട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ വലിയ മുതുക്ക് വണ്ടി വിളിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കാൻ പറ്റില്ല. അപ്പം ഞാനേ ഇതിൽ തന്നെ അരച്ച് വെക്കാൻ തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ഞാൻ അരി ഇട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങ ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കട്ട മാറിയിട്ടുണ്ട്. ഇത് എത്ര ചെയ്താലും കട്ടയായിരുന്നു. ഇപ്പം ഇവിടെ എന്താ പറയുക, ചെറിയൊരു തോതിൽ തണുപ്പൊക്കെ ഉണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് അപ്പം തന്നെ നമ്മൾ AC ഒക്കെ ഓഫ് ചെയ്തതാണ്. പക്ഷേ AC ഓഫ് ചെയ്താലും തണുപ്പൊക്കെ ഉണ്ട്. എന്നിരുന്ന് മഞ്ഞ് വീഴുന്നതൊന്നും അല്ല കേട്ടോ ഞാൻ പറയണേ. സാധാരണ നമ്മൾ ഈ ഒരു അറബ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടും ഇതെന്നൊക്കെയല്ലേ പറയാം. പക്ഷെ ഒരു ചെറിയ തോതിൽ ഇപ്പം നമുക്ക് തണുപ്പൊക്കെ ഉണ്ട്. എന്നിട്ട് ഇപ്പം പുറത്തോട്ട് നോക്കുമ്പോൾ വെയിൽ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു കാറ്റുണ്ട്. ആ കാറ്റ് പൊടിക്കാറ്റല്ല, ജസ്റ്റ് ഒരു തണുപ്പ് തരണ ഒരു കാറ്റാണ് നമുക്കുള്ളത്. അപ്പോൾ ഞാൻ തേങ്ങ എടുത്തു. ബാക്കിയുള്ള തേങ്ങ ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കട്ടെ. പിന്നെ ചോറ് ഞാൻ കുറച്ച് റൈസ് കുക്കറിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് അരയ്ക്കാം റൈസ് കുക്കറിൽ. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത് ചൂടാക്കാം. അപ്പം ഇന്ന് വെക്കേണ്ടി വരുമല്ലോ. ഇന്ന് എനിക്ക് ഉച്ചയ്ക്കത്തേക്കുള്ളത്, രാത്രി ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഉള്ളതുണ്ട്. പിന്നെ ഈ പൊടികളും സാധനങ്ങളും ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡപ്പകളൊക്കെ മേടിക്കണം. അപ്പം അത് ഇങ്ങനെ എന്താ പറയുക, എല്ലാം ഇപ്പം ഞാൻ കവറിൽ തന്നെ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇവിടെ ഞാൻ മേടിക്കാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ നമ്മളുടെ തുണി പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ക്ലിപ്പ് നമ്മൾ അവിടെ വെച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം വെച്ചിട്ടാണ് ഞാനിപ്പം അടച്ച് വെക്കണം. അപ്പം പയ്യെ എല്ലാം കൂടെ നമുക്ക് പറ്റൂല. അപ്പം പയ്യെ എല്ലാം നമ്മുടെ അടുത്ത് ഇപ്പം അങ്ങനെ ഇരിക്കണേ. നമ്മൾ എന്താ പറയുക, പഞ്ചസാരയൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഇരിക്കണേ. ഞാൻ വന്നിട്ട് ഇത് എൻ്റെ തലയിലിടേണ്ട മറ്റേ ബുഷാണ്. ആ ബുഷ് വെച്ചിട്ടാണ് ഞാൻ നമ്മളുടെ ഈ സംഭവം ചെയ്ത് വെച്ചേക്കണത്, അടച്ച് വെച്ചേക്കണത്. അപ്പം അത് പയ്യെ നമുക്ക് മേടിക്കണം. അപ്പം ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം എത്രയോ ഒരു സെറ്റ് 20-25 സെറ്റ് ഡപ്പകൾ നമ്മളുടെ എത്രയാണ്, 20 ദിർഹംസൊക്കെയാണെന്ന് തോന്നുന്നത്. അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് മേടിക്കണം. പിന്നെ നമ്മളുടെ ഈ സംഭവമില്ലേ, എന്താണ് പഞ്ചസാര, ചായപ്പൊടി, കാപ്പിപ്പൊടി,
അതിടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മറ്റേ ഡപ്പയില്ലേ നല്ല ഇങ്ങനെ ആ ടീ കോഫി ഷുഗർ എന്ന് എഴുതിയിട്ടുള്ളത് അത് മേടിക്കണം. അത് വേറെ ഒന്നല്ല കേട്ടോ. ഞാനിങ്ങനെ ഏട്ടൻ പറഞ്ഞു എടി നീ വല്ല ഈ തൈരൊക്കെ മേടിക്കുമ്പോൾ കിട്ടണ ഡപ്പയില്ലേ ആ ഡപ്പ കഴുകിയെടുത്ത് വെച്ചിട്ട് അതിൽ നീ ആക്കണം. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, ഞാൻ മറ്റേ ഷോർട്സ് ഒക്കെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒക്കെ ഇടുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയല്ലേ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ വെക്കണത്. അപ്പോൾ ഓരോന്നും പയ്യെ പയ്യെ മേടിക്കാം എന്നുള്ളൊരിതിലാണ് ഞാൻ ഇരിക്കണേ. അപ്പോൾ അതേ നമ്മൾ ഈസ്റ്റ് എടുക്കണം. ഈസ്റ്റ് മറന്നുപോയി. ഇതെന്താവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒന്നോ നന്നായി വരുമോന്നൊന്നും അറിയില്ല. ഈസ്റ്റും ഞാൻ എൻ്റെ ഹെയർ ബാൻഡ് മറ്റേ തലയിലിടെ ബുഷ് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്നലെ എത്ര മണിക്കാണ്? വൈകുന്നേരം മുതൽ എനിക്ക് നെറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ മറ്റേ വൈഫൈൻ്റെ മോഡം വെച്ചിട്ടല്ല, ഇത് ഇവരുടെ ഹോട്ടലിൽ നിന്ന് തന്നെ ഇവർക്ക് നമുക്കൊരു വൗച്ചർ തരും. ആ വൗച്ചറിലാണ് നമ്മൾ ചെയ്യണത്. അപ്പം നമുക്ക് മോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെറ്റ് ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇങ്ങനെ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്തൊക്കെ നോക്കാമല്ലോ. അപ്പം ഇതങ്ങനെ പറ്റണില്ല. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഏട്ടൻ 10 മണിക്കാണ് വന്നത്. ഓൾമോസ്റ്റ് ഒരു 5 മണി എത്രയോ സമയം മുതൽ അത്രയും നേരം വരെ എനിക്ക് ഇത് കിട്ടണ്ടായിരുന്നില്ല. അപ്പം ലാപ്ടോപ്പിൽ വേറെയാണ് ഓരോ ഇതിനും. അതായത് ഒരു വൗച്ചർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വൗച്ചർ നമ്മൾക്ക് ഒരു ഫോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാപ്ടോപ്പ് അങ്ങനെ എങ്ങനെയൊക്കെയാണ്. അപ്പം ഫോണിൽ നമ്മൾ യൂസ് ആക്കുന്നതിന് മാസത്തേക്ക് നമുക്ക് ഒരു മാസത്തേക്ക് 30 ദിർഹംസ്, ലാപ്ടോപ്പിന് നമുക്ക് 50 ദിർഹംസാണ്. അപ്പം ഭാഗ്യത്തിന് ലാപ്ടോപ്പിൽ വർക്കാവുണ്ടായിരുന്നു. പക്ഷേ ഈ എത്രയൊക്കെ നമുക്ക് ലാപ്ടോപ്പിലേക്ക് ഇരുന്ന് സിനിമ ഉണ്ടായാലും ഇടയ്ക്കിടയ്ക്ക് ഈ ഇൻസ്റ്റാഗ്രാം, എന്താ പറയുക, വാട്സപ്പ്, ടിക്ടോക്ക് ഇങ്ങനെ മുതലായ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് തോണ്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം ഏട്ടൻ വരണ വരെ ഞാൻ എങ്ങനെ ഇരുന്നെന്ന് എനിക്ക് അറിയേണ്ടത്. ഏട്ടൻ വന്ന് മറ്റവരെ വിളിച്ച് പറഞ്ഞപ്പോൾ ശരിയായി സംഭവം. അപ്പം എന്താ പറയുക, ഒരു അത്ര നേരം ഒരു 5 മിനിറ്റ് പോലും ഈ ഫോണിൽ എന്തെങ്കിലുമൊക്കെ തോണ്ടാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പം പണ്ടത്തെ ആൾക്കാരൊക്കെ സമ്മതിക്കുന്നത്. അപ്പം ഞാൻ ഈസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിനി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനൊന്ന് അടിച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഞാൻ നന്നായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. ഇത് റെഡി ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫ്ലോപ്പായിട്ടുള്ള അപ്പവും സ്റ്റൂവൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കസിൻസ് വിളിച്ചപ്പോൾ അവരെന്നെ കുറേ കളിയാക്കി. ഇത് റെഡിയാവും, റെഡിയായേ പറ്റൂ, അല്ലെങ്കിൽ ഈ കാശം പോകും. മറ്റേ അരിപ്പൊടി മേടിച്ചിട്ട് ഇനിയിപ്പോൾ അതിന് ഏത് കാലത്ത് ഉണ്ടാക്കാമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ അവിടെ നന്നായിട്ടൊക്കെ അരിഞ്ഞ സംഭവമൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, നമ്മൾ മാവൊക്കെ ചെയ്തിട്ട് ഇതുപോലെ കൈകൊണ്ട് കാണിക്കണം, അപ്പോഴാണ് ശരിക്കും കോമളയൊക്കെ വരുള്ളൂ എന്ന് അങ്ങനെയൊക്കെ പറയണേ. എനിക്കറിയില്ല ഉള്ളതാണോ എന്നൊക്കെ. അപ്പോൾ ഇത് മാവൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും വെക്കട്ടെ. ഞാനിപ്പോൾ ഇത് വെക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഏട്ടൻ വരുമ്പോഴത്തേക്കും 10 മണി നല്ല രീതിക്ക് പൊങ്ങാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്കത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാമല്ലോ. കാരണം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പൊങ്ങാൻ ചാൻസ് കുറവാണ്. നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ AC ഇടുമല്ലോ, അപ്പോൾ പിന്നെ തണുപ്പാകുമ്പോൾ പൊങ്ങാൻ ചാൻസ് കുറവാണല്ലോ. എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. നമുക്കിനി നമ്മുടെ ഉച്ചയ്ക്കലത്തേക്ക് മീൻ പറ്റിക്കണം, പിന്നെ മീൻ വറക്കാൻ വേണ്ടിയിട്ട് പുരട്ടി വെക്കണം, പിന്നെ ബീറ്റ്റൂട്ട്. ഫയർ അലാമിൻ്റെ ഇപ്പം അടിച്ചു ഒരു 2 സെക്കൻഡ് കണ്ടും. എന്തുട്ടാണ് ദൈവത്തിന് അറിയാം, എനിക്ക് ഭയങ്കര പേടിയാണ് അത്. അപ്പം നമ്മുടെ മീനില്ലേ ഐസ് പോകാൻ കുറച്ചും കൂടെ സമയമെടുക്കും. അപ്പോൾ നമുക്ക് കൊച്ചുള്ളി ഇതിന് വേണ്ടിയിട്ട് അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഇത് പോയിട്ടുണ്ടാവും. എൻ്റെ നെഞ്ചിപ്പുള്ളും ടപ്പേന്ന് ഇടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് ഇങ്ങനെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഈ ഒരു ബിൽഡിങ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ച്, അപ്പോൾ സെക്യൂരിറ്റി ഈ ഒരു ബിൽഡിങ്ങിലാണെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് പിന്നെ 2 ദിവസം അടിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ വേറെ ആരും കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആൾക്കാർക്ക് ഇത് ശീലമായതുകൊണ്ടായിരിക്കും. പക്ഷെ ഇവരിത് റിപ്പയർ ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഫയർ വന്നിട്ട് അലാം വരുമ്പോൾ പോലും എല്ലാവരും വിചാരിക്കുക എന്താ എപ്പോഴത്തെയും പോലെ തന്നെ അടിക്കണതായിരിക്കും എന്നല്ലേ വിചാരിക്കുക. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ സെക്യൂരിറ്റീൻ്റെ അടുത്ത് ഒന്നും കൂടെ പറ, ഇത് ശരിയാക്കിയില്ലെങ്കിൽ എനിക്ക് ഒന്നാമത് പേടിയാണ്. രണ്ടാമത്തെ കാര്യം റിയലായിട്ടുള്ള ഒരു ഇത് വരുമ്പോഴും ആൾക്കാർ എന്താ പറയുക ഇത് കേടായിട്ട് അടിക്കണമെന്നല്ലേ വിചാരിക്കുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും മറ്റുള്ള പരിപാടിയൊക്കെ ഞാൻ ഇതൊക്കെ ഒന്ന് എന്താണ് പറയുക
സെറ്റ് ആക്കിയിട്ട് വരാം. നമുക്ക് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, സാധാ ഈ മീൻകറിയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും തോന്നുന്നു, അല്ലാണ്ട് വലിയ സംഭവമൊന്നുമില്ല. അപ്പോൾ ഞാനെന്തായാലും ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ കൊച്ചുള്ളി എല്ലാ സംഭവങ്ങളും അരച്ച് തക്കാളിയൊക്കെ അരച്ച് സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും നമ്മളുടെ മീനിൻ്റെ ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വലിയ അയിലയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ മേടിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ മേടിച്ച ഉടനെ തന്നെ ഞാൻ ഫ്രീസറിലൊന്നും വെക്കാണ്ട് തന്നെ 2 കഷ്ണം എടുത്തിട്ട് വറുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു മീൻ ഇങ്ങനെ വരയുമ്പോഴൊക്കെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല ഫ്രഷാണ്. പക്ഷേ ഫ്രീസറിൽ വെച്ച് ആ മീനെ ഞാൻ നശിപ്പിച്ച് എന്നാണ് ചത്ത മീനിനെ ഞാൻ പിന്നെയും കൊന്നു എന്നുള്ള അവസ്ഥയ്ക്ക്. കാരണം ഇപ്പം ഞാനതിങ്ങനെ വരയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റ് വരഞ്ഞ് വന്നില്ല, അങ്ങനെ പിളിക്കി പോലെ വരണമായിരുന്നു. അപ്പോൾ അതാണ് പണ്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ പറയണേ കേട്ടിട്ടുണ്ടല്ലോ, മീനൊന്നും ഫ്രിഡ്ജിൽ വെക്കാണ്ട് വേഗം തന്നെ കറി വെക്കണം എന്നൊക്കെ. അതെന്തായാലും ഉള്ള കാര്യമാണത്. ഞാൻ എണ്ണം നോക്കിയിട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഒന്ന് വരഞ്ഞിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ച് വറക്കാനും അതുപോലെ തന്നെ വെക്കാനും. ഇതൊക്കെ ഒന്ന് മസാലയൊക്കെ പുരട്ടി വറക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒന്ന് വരയട്ടെ. ഇത് ഭയങ്കര ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ എനിക്ക് പറയാനൊന്നും പറ്റണില്ല മര്യാദയ്ക്ക്. ഇന്നലെ എടുത്തപ്പോൾ നല്ല ഫ്രഷ് മീനായിരുന്നു. പക്ഷെ ഇന്നിപ്പം വാൽ കഷ്ണം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഭയങ്കര ചെറുതായി പോയി. ഈ കഷ്ണം ഭയങ്കര, ആ മുറിച്ചത് കറക്റ്റ് ആയില്ല, ഭയങ്കര ചെറുതായി പോയി. വാല് മാറ്റാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ വറക്കാനുള്ള മീൻ മസാലയൊക്കെ പുരട്ടി വെക്കാനായിട്ട് നമ്മുടെ സാധാ മസാലയാണ്, അഡീഷണൽ ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ ഞാൻ അലയൻസ് പ്ലേ ചെയ്തേക്കാണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അലയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. പണ്ട് ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് ഞാൻ കണ്ടുപിടിച്ചൊരു സീരിയലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ എന്താ പറയുക, എനിക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആൾക്കാരെ പോലെ എനിക്കത് കാണുമ്പോൾ ഫീൽ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് അലയൻസ് ഇല്ലാണ്ട് എനിക്ക് തൊണ്ടയിൽ നിന്ന് ചോറ് ഇറങ്ങാത്ത അവസ്ഥ. എനിക്ക് നല്ല ഇഷ്ടം അത് കണ്ടുകൊണ്ടിരിക്കാൻ. ഞാൻ അവർക്ക് ശനി ഞായറും ഇല്ല, അപ്പോൾ ഞാൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഒച്ചയും ബഹളമൊക്കെ ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മൂകതയാണ്. എനിക്ക് സൈലൻസ് എനിക്കിഷ്ടമല്ല. ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കണ മീൻ കറിയൊക്കെ നല്ല ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഒന്നില്ലെങ്കിൽ പുളി കൂടിപ്പോവും, അല്ലെങ്കിൽ നല്ല വെള്ളമായിരിക്കും, കൊഴുപ്പുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാക്കി ഇപ്പം എനിക്ക് ഞാൻ സക്സസ് ആയിട്ട് വരണുണ്ട്. പിന്നെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിറയെ സമയമില്ല. അപ്പം ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് ഭയങ്കര എൻജോയ് ചെയ്താൽ ഞാൻ ഒരു ടെൻഷനും ഇല്ലാണ്ട്, അതായത് ഏട്ടനെ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും പ്രശ്നമില്ലാത്തതുകൊണ്ട് നല്ല എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കണേ. ബീറ്റ്റൂട്ട് അരിയാനുള്ള മടി കൊണ്ട് ഞാൻ ബീറ്റ്റൂട്ട് വേണ്ടാന്ന് വെച്ചു. നമ്മൾക്ക് ഇവിടെ നല്ല വെട്ടമുള്ളതല്ലേ, ഞാൻ ഒരു മീൻ കൂടെ വറക്കാമെന്ന് വിചാരിച്ചു. ഏട്ടനാണെങ്കിലും മീൻ കറി മീൻ വറുത്തതുണ്ടെങ്കിൽ അത് മതിയാവും. അപ്പോൾ ബീറ്റ്റൂട്ട് നാളെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാൻ പോവാം. ഇതേ അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു, ഞാൻ കഴിച്ചു നോക്കി. പിന്നെ അങ്ങനെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് ശരിയാവില്ലല്ലോ. വേറൊരു പണി ഉണ്ടായിട്ടും വീട്ടിലെ പണിയും കൂടെ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സത്യത്തിൽ നമ്മുടെ ബീറ്റ്റൂട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച്. പക്ഷേ എന്താ പറയുക, ബീറ്റ്റൂട്ട് ഇല്ലെങ്കിൽ നമ്മൾ ചോറ് കുറേ കഴിക്കും. അപ്പം അല്ലെങ്കിൽ ഇപ്പം തടി കൂടുതലാണ്. അപ്പം ഈ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിറയെ ഉണ്ടാക്കും, അപ്പം അത് കൂടുതൽ കഴിക്കാമല്ലോ. അപ്പം ഇപ്പം പച്ചക്കറി മേടിച്ചാലും നമുക്ക് 2 പേർക്കും ഉള്ളത് ലൈക്ക് സാധാ ആവശ്യത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ ഡബിളായിട്ട് ഞാൻ മേടിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ നിറയെ ഉണ്ടാക്കാറുണ്ട് അത്. അപ്പം നമ്മൾ അത്രയും ആ ഒരു പച്ചക്കറീൻ്റെ കറി കൂടുതൽ കഴിക്കുമ്പോൾ നമ്മൾ ചോറിൻ്റെ അളവ് കുറയ്ക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങ് ബീറ്റ്റൂട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ബീറ്റ്റൂട്ട് ഉണ്ടാക്കാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ആ ഒരു ചോപ്പർ ഉള്ളതുകൊണ്ട് ബീറ്റ്റൂട്ട് അരിയാനും എളുപ്പമാണ്. ഞാൻ പിന്നെ എല്ലാം കൂടെ നമ്മുടെ സവാള, ബീറ്റ്റൂട്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അങ്ങ് ഉണ്ടാക്കുകയാണ് പതിവ്. അപ്പോൾ അതിന് വേറെ പ്രത്യേകിച്ച് അരപ്പ് ഒന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ മടിയായ ശരിയാവില്ല എന്നങ്ങ് വിചാരിച്ചിട്ട് കൈയോടുകൂടെ ഞാൻ അതും റെഡിയാക്കി വെച്ചു. പിന്നെ ഒരു ബീറ്റ്റൂട്ട് ഞാൻ എടുത്തു വെച്ചു, കാരണം നമുക്ക് 2-3 ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു ദിവസം അതിൻ്റെ 2ൻ്റെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട്. ഉള്ളൂ കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് റൂമൊക്കെ ഒന്ന് അടിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.